മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം എന്ന വാർത്ത കൂടി വരുന്നു. മാട്ടുപ്പെട്ടിയിൽ ഇറങ്ങിയ കാട്ടാന വഴിയോര കച്ചവട സ്ഥാപനമാണ് തകർത്തത്. മാട്ടുപ്പെട്ടി ബോട്ടിംഗ് കേന്ദ്രത്തിന് സമീപമാണ് രാവിലെ പടയപ്പയുടെ ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇടുക്കിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ പടയപ്പ കാടിറങ്ങുന്നതിൽ നടപടിയെടുക്കുമെന്ന് മന്ത്രിമാർ പ്രഖ്യാപിച്ചിരുന്നു. മൂന്നാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സന്ദീപ് രാജാക്കാട് നൽകും വിവരങ്ങൾ. സന്ദീപ്, ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് പടയപ്പ അവിടെ ഇറങ്ങി പല നാശനഷ്ടങ്ങളും വരുത്തുന്നത്? യാതൊരുവിധ നടപടി എടുക്കുമെന്ന ഉറപ്പൊക്കെ മന്ത്രിമാർ കഴിഞ്ഞ ദിവസം നൽകിയതാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അല്ലേ? ഇത് അത്തരത്തിൽ തന്നെയാണ്. ഈ പടയപ്പ കാടിറങ്ങുന്നു എന്നുള്ളതല്ല, പടയപ്പ ജനവാസ മേഖലയിൽ നിന്ന് കാട്ടിലേക്ക് മടങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. മാസങ്ങളായി ഇപ്പോൾ ജനവാസ മേഖലയിൽ തന്നെ കാട്ടാന തുടരുന്ന ഒരു സ്ഥിതിയുണ്ട്. ആക്രമണ സംഭവങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിരവധിയായിട്ടുള്ള വാഹനങ്ങൾക്ക് നേരെ പടയപ്പയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നിരവധി കടകൾ തകർത്തിരിക്കുന്നു. അത്തരത്തിൽ തന്നെയാണ് ഇന്ന് രാവിലെ 6:30 മാട്ടുപ്പെട്ടി ബോട്ടിങ്ങിന് സമീപത്തെത്തിയ കാട്ടാന അവിടെ ഉണ്ടായിരുന്ന ചെറുകിട വഴിയോര കച്ചവട സ്ഥാപനം പൊളിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ക്യാരറ്റ് അടക്കമുള്ളവ എടുത്ത് ഭക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത്. പിന്നീട് വിവരമറിയിച്ചതിനെ തുടർന്ന് RRT സംഘം പടയപ്പയെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പടയപ്പയെ സ്ഥിരമായി നിരീക്ഷിക്കുന്നതിന് ഒരു RRT സംഘത്തെ ഇല്ലെങ്കിൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് കഴിഞ്ഞ സർവകക്ഷി യോഗത്തിന് ശേഷം മന്ത്രി നൽകിയിരുന്നുവെങ്കിൽ പോലും നാട്ടുകാർ വിവരമറിയിക്കുമ്പോൾ മാത്രം നിലവിലുള്ള RRT സംഘം എത്തി ആനയെ തുരത്തുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. സ്ഥിരമായി കാട്ടാനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് വനം വകുപ്പ് എത്തിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായിരുന്നാലും ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഈ നാശനഷ്ടങ്ങൾക്കൊന്നും തന്നെ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. പറയപ്പെടുന്ന ഉറപ്പുകളെല്ലാം തന്നെ പ്രഖ്യാപനങ്ങൾ മാത്രമായി അവശേഷിക്കുകയാണ്. ഒന്നും പ്രായോഗികമായി നടപ്പിലാക്കുന്നതിലേക്ക് നീങ്ങുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതിഷേധങ്ങൾ ഉയരുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ സർവകക്ഷി യോഗങ്ങൾ വിളിച്ചു ചേർക്കുക, ഇല്ലെങ്കിൽ ജനങ്ങളെ തണുപ്പിക്കുന്നതിന്, ജനങ്ങളുടെ പ്രതിഷേധം പതിയെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുക. എന്നാൽ അതൊന്നും പ്രായോഗികമായി എത്തുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പടയപ്പയെ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക സംഘം ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിയിട്ട് പോലും അത് പിറ്റേ ദിവസം മുതൽ ഉണ്ടാകുമെന്ന നിർദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ പോലും അത് ഇപ്പോൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും RRT സംഘം വിളിക്കുമ്പോൾ ഓടിയെത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് മൂന്നാറിൽ. എന്നാൽ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ പരിമിതമായ RRT സംഘത്തെ കൊണ്ട് ഈ കാട്ടാനകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി എടുക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ശരി, മന്ത്രിമാർ നൽകിയ ഉറപ്പും പാഴായിരിക്കുകയാണ്. പടയപ്പയെ നിരീക്ഷിക്കാൻ മാത്രമായി RRT സംഘം രൂപീകരിക്കുമെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗത്തിന് ശേഷം പറഞ്ഞത്. പക്ഷേ ഇന്നും പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശനഷ്ടം വരുത്തിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത്.